ഹായ്, അപ്പം ഇന്ന് കൊഴുവക്കറിയാണ്. നല്ല വെള്ള കൊഴുവ തേങ്ങ അരച്ച് കറി വെക്കാൻ പോണേണ്. അപ്പം അതിൽ വേണ്ട സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണേണ്. മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കണം. അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് എന്തൊക്കെ ഇട്ടാണ് അരച്ചേക്കണം? തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കണത് തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണം. എരിവുള്ളതാണെങ്കിൽ കുറച്ചിടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും കറിക്ക്. അപ്പോൾ ഇനി ഇത് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. മാങ്ങ അപ്പോൾ കുഞ്ഞി കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണേണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ ഇട്ടും കുടംപുളി ഇട്ടും വെക്കാം. കുറച്ചുകൂടി നല്ലത് മാങ്ങ ഇട്ട് വെക്കണമായിരിക്കും. മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഒന്ന് കഴുകി എടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. ഭയങ്കര എളുപ്പം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കണത്. നിസ്സാര ടൈം കൊണ്ട് കറി റെഡിയാവും. ഇപ്പം കൊഴുവ വെട്ടാൻ കുറച്ച് പണിയാണെങ്കിലും ഉണ്ടല്ലോ, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങൾ സാധനം മേടിച്ച് ഉണ്ടാക്കിക്കോ, ഇതേപോലെ തന്നെ ഉണ്ടാക്കിക്കോ, അടിപൊളിയായിരിക്കും. അപ്പോൾ അതെ, മാങ്ങയിലേക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കോട്ടെ, ഞാനാണല്ലോ പറയണത് വെക്കണ വേറെ ആളാണെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. അതെ, ചട്ടിക്കകത്തേക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട്, അതിൽ അരപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് കലക്കാൻ പോണേണ്. അതേ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനിപ്പോൾ ഒന്ന് കലക്കിയെടുത്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്, മിക്സ് ചെയ്തെടുക്കണം. അരപ്പും വെള്ളവും മാങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്തേക്ക് ചേർക്കേണ്ട. അപ്പോൾ ആദ്യം തന്നെ അത് ഉപ്പാണ് ഇടാൻ പോണത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒരു കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് ഒരു ഇത്തിരി കട്ടിയായിട്ടിരിക്കണോണ്ടാണ് വെള്ളം നമ്മൾ കുറച്ചുകൂടി ചേർത്തേക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. എടുത്തേക്കണ അരപ്പിന് സാമ്യമായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം പോലെ ഇരിക്കും. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്, വലിയ സൈസ് പച്ചമുളക്. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടാണ് അരപ്പരച്ചത്, അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവില്ല. അപ്പോൾ 3 മുളക് കറക്റ്റായിരിക്കും. ഗ്യാസൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ അടുപ്പയിലോട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണതാണ്, നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്ത് വിടുക. അപ്പം ഇനി ഇത് തിളച്ചിട്ട് കാണാം ഇതെങ്ങനെയാണെന്ന്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടി ചേർക്കണം. അപ്പോൾ അതെ, തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കും. വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. തക്കാളി ഇട്ട് കഴിയുമ്പോൾ ഇത്തിരി കൂടി കറി അടിപൊളിയായിരിക്കും. തക്കാളി ഇടണേണ്. തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് കറീനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചട്ടി കിടന്ന അരപ്പൊക്കെ അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇനി അടുത്ത് എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇങ്ങനെ തിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ച് പോകരുത് കേട്ടോ, പൊന്തി പോകരുത്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ എപ്പോഴും ഫ്ലെയിം കുറച്ചിടണം കേട്ടോ. മീൻ നമ്മൾ ചേർത്ത് കൊടുക്കണേ കേട്ടോ. അരപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൊഴുവ ചേർക്കണേണ്. ഇത് നോക്കിയേ, നല്ല വെട്ടി തിളക്കണേണ്. അപ്പോൾ അതെ ആവശ്യത്തിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീനൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ബാക്കി പരിപാടി. ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം. അത് നമ്മളിപ്പോൾ എന്താ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് അത് ഇടണം. അപ്പോൾ കറിക്ക് ഒന്നുകൂടി കുറച്ചുകൂടി ടേസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടും. അതിന് പുറമെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, നല്ലതായിരിക്കും കറി, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ അതെ നമ്മുടെ കൊഴുവക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇറക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ ഉള്ളി താളിച്ചിടാൻ പോണെയാണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ ഇതാന്ന് പറയുന്ന മുമ്പ് കറിയായി. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി നമ്മൾ മാറ്റി വെച്ച് പിന്നെ ഉള്ളി താളിക്കാൻ പോണെയാണ്. ഉള്ളി കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. 15 മിനിറ്റിൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വെക്കാനായിട്ട് നോക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. ഓയിലിനേലും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്നല്ല വെളിച്ചെണ്ണ മേടിക്കണത്. ഞങ്ങൾ തേങ്ങ ഉണക്കി കൊണ്ട് ആട്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിയുടെ ഫുള്ള് ഇതും കഴിഞ്ഞിട്ടാണ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും എത്തിക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും നല്ല വീഡിയോ ആയിട്ട് കാണാം.